അഭിഷേകം കൂടാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും അവൻ്റെ ഓരോ മൂവ്മെൻറ്റും തിരിച്ചറിഞ്ഞ് അവനൊപ്പം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അവിടെയാണ് ജീവിതം അനുഗ്രഹത്തിലേക്ക് പോകുവാനിടയാകുന്നത്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ കന്യകയിലൂടെ ജനനമെടുത്ത് ആമേൻ താൻ തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ യോഹന്നാന്റെ കയ്യാൽ ജോർദാനിൽ സ്നാനമേറ്റ് കരേറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വന്നു. യേശുവും അഭിഷേകം ഏറ്റെടുത്തിട്ടാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ജോർദാനിൽ ഇറങ്ങി യോഹന്നാന്റെ കയ്യാൽ സ്നാനമേറ്റ് കരേറി പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ അവിടെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ നോക്കി സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന വസ്തുതയാണ് വെള്ളത്താലുള്ള സ്നാനവും ആത്മാവിലുള്ള സ്നാനവും. ഇത് രണ്ടും ദൈവം മനുഷ്യനെ പ്രസാദിക്കുന്ന വസ്തുതയാണ്.